ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ലയന്റ് സെർവർ നെറ്റ്വർക്ക് ആണ്. എങ്ങനെയാണ് ക്ലയന്റ് സെർവർ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ റിയൽ ടൈമിലുള്ള ആപ്ലിക്കേഷൻസ്, അതേപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, കമ്പോണൻസ് എന്തൊക്കെയാണ്, അത് OKTUവിൽ എങ്ങനെ ആൻസർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First, definition. A client-server network is a network architecture with which client computer request service and a central server provides service such as file, database applications or internet access. അതായത് ഇത് ക്ലയന്റ് സർവീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ് എന്ന് പറയുന്നത് ക്ലയന്റ് സെർവർ എന്ന് പറയുന്നത്. അതായത് ക്ലയന്റ് എന്ന് പറയുന്നത് ആസ് എ യൂസർ ആണ്. ആ യൂസർ എന്ന് പറയുന്നത് എന്താണ്? എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് ആസ്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് പറയുന്നത് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെർവറിലോട്ട് അതിനെന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. അതിന്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, സെർവറിലോട്ട് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലയന്റ് എന്ത് ചെയ്യുന്നില്ല, ഡു നോട്ട് ടോക്ക് ഈച്ച് അതർ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് ത്രൂ ആണ്? സെർവർ വഴിയാണ് അത് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാൻ വേണ്ടി പോകുന്നത്. സോ ക്ലയന്റ് ഡു നോട്ട് ഷെയർ റിസോഴ്സ് ഡയറക്ട്ലി വിത്ത് ഈച്ച് അതർ. ഓൾ റിക്വസ്റ്റ് ഗോ ത്രൂ ദ സെർവർ വഴിയാണ് അത് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഇനി നമ്മൾ എന്താ ക്ലയന്റ് സെർവർ മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലയന്റ് എന്ന് പറയുന്നത് നമ്മൾ ആര് വേണമെങ്കിലും എന്താവാം, ക്ലയന്റ് ആവാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാന്ന് വിചാരിക്കാം. നമ്മൾ ബ്രൗസർ എന്ന് പറയുന്നത് ക്രോമോ ഫയർഫോക്സ് ഏത് വേണമെങ്കിലും ആവാം. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ക്ലയന്റ് ആക്കിയിട്ട് എടുത്തു. ദെൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ ആമസോൺ ആണെന്ന് വിചാരിക്കാം. ആമസോൺ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ റിക്വസ്റ്റ് സെൻഡ് ചെയ്യണം. ആ വെബ് പേജിന്റെ റിക്വസ്റ്റ് എങ്ങോട്ട് സെൻഡ് ചെയ്യാണ്, സെർവറിലോട്ട് സെൻഡ് ചെയ്യണം. ആമസോണിന്റെ വെബ് സെർവറിലോട്ട് അത് സെൻഡ് ചെയ്തിട്ട് അവിടെ പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ വെബ് പേജിനെ നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക് ഔട്ട് ചെയ്ത് തരുന്നത്. അങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് ക്ലയന്റ് സെർവർ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ബ്രൗസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്താ, ക്ലയന്റും. ആമസോണിന്റെ സെർവർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്താണ്, സെർവറുമാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? കാര്യം എന്താന്ന് മനസ്സിലായോ? ഇവിടെ നമ്മൾ എന്ത് ഇൻഫർമേഷൻ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ക്ലയന്റും, നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലയന്റ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ സെർവർ അതിനെ പ്രോസസ് ചെയ്തിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് ഡാറ്റാബേസ് സെർവർ. എന്നിട്ട് ആർക്ക് കൊടുക്കും, സെർവറിലോട്ട് കൊടുക്കും. അതാണ് എന്തെന്ന് പറയുന്നത് ക്ലയന്റ് സെർവർ മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ക്ലയന്റ് സെർവറിന് ബേസിക്കലി ത്രീ ആണ് ബേസിക്കലി വരുന്ന കമ്പോണൻസ്. ഇതിൽ 4 എണ്ണം ഉണ്ട്. ഫസ്റ്റ് എന്താണ്, ക്ലയന്റ് ഉണ്ട്, പിന്നെ എന്താ സെർവർ, നെറ്റ്വർക്ക്, പ്രോട്ടോകോൾ. ഇതാണ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിന്റെ എന്തെന്ന് പറയുന്നത് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കമ്പോണൻസ് ആണ്? ക്ലയന്റ് എന്ന് പറയുന്നത് എന്താണ്, യൂസർ ഡിവൈസ് ദാറ്റ് സെൻഡ് റിക്വസ്റ്റ് PC, ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ. അതായത് യൂസർ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഏതാണ്, ആ യൂസർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ആണ് വരുന്നത്. അത് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റും കാര്യങ്ങളും സെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെർവർ ആണ്. പവർഫുൾ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ് സർവീസ് ആൻഡ് റിസോഴ്സ്. അതായത് സെർവർ എന്ന് പറയുന്നത് പവർഫുൾ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, ക്ലയന്റിന് വേണ്ട സമയത്ത് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സെർവർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, നെറ്റ്വർക്ക് ആണ്. മീഡിയം ദാറ്റ് കണക്ട് വിത്ത് സെർവർ, ക്ലയന്റ് ആൻഡ് സെർവർ. ക്ലയന്റും സെർവറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആക്ച്വലി ഒരു മീഡിയം ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പിന്നെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അത് സെക്യൂർഡ് ആവാൻ വേണ്ടിയിട്ടും, അത് റൂൾസ് ഏതൊക്കെയാണ്, HTTP ആവാം, HTTPS ആവാം, ഇങ്ങനത്തതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്. അതിന്റെ ആ റൂൾ കമ്മ്യൂണിക്കേറ്റ് വേണ്ടി സെക്യൂർഡ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്
ഇതെന്ന് പറയുന്നത് ഈ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. വിത്തൗട്ട് സർവീസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അവിടെ സെർവർ ആണെങ്കിൽ വിത്തൗട്ട് സെർവർ ആണെങ്കിൽ സർവീസോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കില്ല. വിത്തൗട്ട് ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റോ കാര്യങ്ങളോ ഒന്നും ജനറേറ്റ് ചെയ്യേ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. ഇനി അടുത്തതിലോട്ട് പോവാം. സോ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ടൈപ്സ് ഓഫ് സെർവേഴ്സ് ആണ്. എത്ര ടൈപ്സ് ഓഫ് സെർവേഴ്സ് ഉണ്ട്? ഫയൽ സെർവർ ഉണ്ട്, വെബ് സെർവർ ഉണ്ട്, ഡാറ്റാബേസ് സെർവർ ഉണ്ട്, മെയിൽ സെർവർ ഉണ്ട്, ആപ്ലിക്കേഷൻ സെർവർ ഉണ്ട്. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ സ്റ്റോറേജ്, ഷെയറിങ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ സെർവർ, ഇപ്പോൾ ഫയൽ സെർവർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽസിനെയും കാര്യങ്ങളെയും സ്റ്റോർ ചെയ്യുക, അങ്ങനത്തെ കേസൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫയൽ സെർവർ ചെയ്യുന്നത്. അതായത് ഈ നമ്മളുടെ കോളേജ്, ഓഫീസ് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫയൽ സെർവർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് വെബ് സെർവർ എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നതെന്ന് പറയുന്നത് ഹോസ്റ്റ് വെബ്സൈറ്റ്സിനെയും കാര്യങ്ങളും എന്ത് ചെയ്യുക, ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഗൂഗിള്, ആമസോൺ ഇതൊക്കെയാണ് എന്തിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, വെബ് സെർവർ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റാബേസ് സെർവേഴ്സ് ആണ്. അതെന്താ ചെയ്യുന്നത്, സ്റ്റോർസ് ആൻഡ് മാനേജ് ഡേറ്റ, ഡാറ്റേനെയും കാര്യങ്ങളും സ്റ്റോർ ചെയ്യും മാനേജ് ചെയ്യും ചെയ്യുന്നത് ഏതാണ്, ഡാറ്റാബേസ് സെർവേഴ്സ് ആണ്. അതായത് ബാങ്ക് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡാറ്റാബേസ് സെർവേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെയിൽ സെർവേഴ്സ് ആണ്. മെയിൽ സെർവേഴ്സ് എന്ന് പറയുന്നത് ഇമെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് ഇമെയിൽ സെൻഡ് ചെയ്യുക, റിസീവ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് മെയിൽ സെർവർ എന്ന് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെയിൽ സെർവറിന് ജിമെയിൽ, ഔട്ട്ലുക്ക് അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് മെയിൽ സെർവറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ സെർവർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷനും കാര്യങ്ങളും റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സെർവർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താ നോക്കാം. ഇനി ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയാൻ വേണ്ടി പോകുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഡാറ്റ മാനേജ്മെന്റ് ആണ്. സെൻട്രലൈസ്ഡ് ഡാറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒറ്റ പ്ലേസിൽ എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. എല്ലാ ഡാറ്റേഴ്സിനെയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയായിരിക്കും, ഒരു സെൻട്രലൈസ്ഡ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കേരളത്തിന്റെ ബേസിലാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ നമ്മളുടെ ഇതെന്ന് പറയുന്നത് എങ്ങനെയാ, നമ്മളുടെ ഒരു സിസ്റ്റം എല്ലാ കാര്യങ്ങളും ഇൻഫോർമേഷനും സ്റ്റോർ ചെയ്തിരിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ ഈ കാര്യങ്ങളിലാണ്, അവരുടെ ഡാറ്റാബേസിലും കാര്യങ്ങളിലാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെൻട്രലൈസ്ഡ് ഡാറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡാറ്റാസ് ഒറ്റ പ്ലേസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് സെൻട്രലൈസ്ഡ് ഡാറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ബെറ്റർ സെക്യൂരിറ്റി ആൻഡ് ആക്സസ് കൺട്രോൾ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ലോഗിൻ ചെയ്യണം എന്ന് വിചാരിക്കും. ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എവിടെ ഉണ്ടായിരിക്കണം, ഓൾറെഡി ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ആക്സസും കാര്യങ്ങളും കിട്ടുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് ബെറ്റർ സെക്യൂരിറ്റി ആൻഡ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഈസി ബാക്കപ്പ് ആൻഡ് റിക്കവറി ആണ്. ഡാറ്റ ലോസ്, അതായത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ നമ്മളുടെ വാട്സപ്പ് ഒക്കെ ബാക്കപ്പ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഡാറ്റാസ്, നമ്മളുടേതായിട്ടുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈസി ബാക്കപ്പ് ആൻഡ് റിക്കവറി എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്കെയിലബിൾ എന്ന് പറയുന്നത് പുതിയ ക്ലയൻസിനെയും കാര്യങ്ങളെയും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സ്കെയിലബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് റിസോഴ്സ് ഷെയറിംഗ് ആണ്. എഫിഷ്യന്റ് റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രിന്ററിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോഫ്റ്റ്വെയർ, അതേപോലെ തന്നെ ഡാറ്റാബേസ്, ഇതൊക്കെ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത് എഫിഷ്യന്റ് ഡാറ്റ ഷെയറിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്, നമ്മളുടെ ക്ലയന്റ് ആൻഡ് സെർവറിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ്, സെർവർ ഫെയിലിയേഴ്സ് അഫക്ട് ഓൾ ക്ലയൻസ്. ഇപ്പൊ നമ്മൾ സെൻട്രലൈസ്ഡ് സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന് മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ, അവരുടെ ഡാറ്റാബേസ് പ്രശ്നമായിട്ട് നമ്മൾ
എല്ലാ ഭാഗത്തെയും അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഒരു സെർവർ ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മൾക്ക് സെൻട്രലൈസ്ഡ് സിസ്റ്റം ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഡാറ്റാസും കാര്യങ്ങളും എന്ത് ചെയ്യും, അവിടുന്ന് പോവാനുള്ള ചാൻസ് ഉണ്ട്. അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ഒന്നും പറ്റില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരും നമുക്ക്. പിന്നെ എന്താണ്, ഹയർ കോസ്റ്റ് വരും. ഹയർ കോസ്റ്റ് എന്ന് പറയുന്നത് ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും ഒക്കെ നമുക്ക് സെർവറിൽ ഇത് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അതുമായിട്ട് കണക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിക്വയർഡ് സ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. റിക്വയർഡ് സ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതിനിപ്പോ നമുക്കൊരു ഫ്രഷറിനെ ഹയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രെയിൻഡ് ആയിട്ട് ഇല്ല, അല്ലെങ്കിൽ ഒരു കോഴ്സ് ഇതുമായിട്ട് ഡാറ്റാബേസിന്റെ ഒരു കോഴ്സുമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. റിക്വയർഡ് സ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്, നെറ്റ്വർക്ക് ഡിപ്പെൻഡൻസി ആണ്. നെറ്റ്വർക്ക് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും കാര്യങ്ങളും എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യും കാര്യങ്ങളും ഒക്കെ വേണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എവിടെയൊക്കെയാണ് നമ്മൾ ക്ലയന്റ് ആൻഡ് സെർവർ മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് എന്നുള്ള കേസാണ്. ബാങ്കിങ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഓൺലൈൻ ബാങ്കിങ്, ATM അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ബാങ്കിങ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഏതാണ്, ഈ ക്ലയന്റ് ആൻഡ് സെർവർ മാനേജ്മെന്റ് സിസ്റ്റം ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഓഫീസ് കോളേജ് നെറ്റ്വർക്കിലൊക്കെ, അതായത് നമ്മുടെ അറ്റൻഡൻസ്, മാർക്ക്, പേറോള് ഇങ്ങനത്തെ കേസുകളൊക്കെ വരുന്നത് എവിടെയാണ്, കോളേജ് ആൻഡ് ഓഫീസ് നെറ്റ്വർക്കിലാണ്. ഇനി അടുത്തത് എന്താണ്, ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് ആണ്. ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ക്ലയന്റ് ആൻഡ് സെർവർ ആയിട്ടുള്ള റിക്വസ്റ്റും കാര്യങ്ങളും. ഇമെയിൽ സർവീസ് നമ്മൾ ജിമെയിൽ, യാഹു ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എവിടെയാ, ഏത് ആർക്കിടെക്ചറിന്റെ ബേസിലാണ്, ക്ലയന്റ് ആൻഡ് സെർവർ ആർക്കിടെക്ചർ ആണ്. പിന്നെ ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, ഗൂഗിൾ ഡ്രൈവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഏതാണ്, ക്ലയന്റ് സെർവർ ഇതിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി KTയിൽ ഇതെങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള കേസാണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള കേസാണ് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, സെൻട്രൽ സെർവറും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ ആണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഹയർ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ റിലയബിലിറ്റിയും കൊടുക്കുന്നുണ്ട്. യൂസ് ചെയ്യുന്നത് എവിടേക്കാണ്, ബാങ്ക്, ഓഫീസ്, കോളേജിലൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യും കാര്യങ്ങളും ചെയ്യുന്നത്. Client server network is a network model where client request service a centralized server provide these service. അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെൻട്രലൈസ്ഡ് ഇതും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെ 5 മാർക്കിന് എഴുതാം എന്നുള്ളത്, 2 മാർക്കിന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി 5 മാർക്കിന് എന്ത് ചെയ്യണം, അതിന്റെ എന്താണ് ക്ലയന്റ് ആൻഡ് സെർവർ, പിന്നെ അതിന്റെ ഡെഫിനേഷൻ എഴുതി, കമ്പോണൻസ് ഏതൊക്കെയാന്ന് എഴുതി, വർക്കിംഗ് എഴുതി, അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് എഴുതി, ആപ്ലിക്കേഷൻ എഴുതി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്സ് കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്, ക്ലയന്റ് ആൻഡ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലയന്റ് ആൻഡ് സെർവർ ആർക്കിടെക്ചർ എന്താന്ന് പറഞ്ഞു, അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാന്ന് പറഞ്ഞു, അതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് പറഞ്ഞു, അതേപോലെ തന്നെ അതിന്റെ കമ്പോണൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞു, സെർവർ എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ പിന്നെ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻ, പിന്നെ എങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം എന്നുള്ള കേസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.